ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണ്. കുറേ ആയി വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ 1000 പേര് കഴിഞ്ഞു നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ അതിന് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കുറേ പ്രാവശ്യമായി ഒരുങ്ങണു. എനിക്ക് ഓരോ തിരക്കായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ അതങ്ങനെ പോയി. മോനിവിടെ ഇല്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ താമസം വന്നതാണ്. പിന്നെ റൊട്ടീൻ അങ്ങനെയായിട്ട് അങ്ങോട്ട് മാറിപ്പോവുക ചെയ്ത്. പിന്നെ എപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഓരോ തിരക്കാവും. നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത് വന്ന ഒരു രീതിയിൽ നിന്നങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ അത് കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഒരട ഉണ്ടാക്കുകയാണ്, എന്തായാലും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്നാണ് കരുതുന്നത് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പം ചുട്ടെടുക്കണ ഒരട. ഞാൻ എന്തായാലും വീട്ടിൽ പാചകം ചെയ്യുകയാണ്, അപ്പോൾ അത് ഷൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. അടയ്ക്കുള്ള ഫില്ലിങ് നമ്മൾ റെഡിയാക്കണം. ശർക്കരയൊക്കെ ഞാനിവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരം ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ചിക്കു നാളികേരമൊക്കെ തിരുമ്മി തന്നിട്ടുണ്ട്. ഞായറാഴ്ചയാണ്, അപ്പോൾ എല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല, വെറുതെ വഴറ്റിയാലും മതി. പക്ഷേ നെയ്യൊക്കെ ചേരുമ്പോൾ രുചിയാണല്ലോ. അപ്പം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. നാളികേരം ഇവിടെ ഞാൻ തിരുമ്മി വെച്ചതാണ്. ചിക്കു ഒക്കെ എടുത്ത് തന്നിട്ടാണ് പോയതാണ് അപ്പുറത്തേക്ക്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നും കൂടെ ആയാൽ മതി, അല്ലാതെ നന്നായിട്ട് വറക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെന്നിട്ട് അതിലേക്ക് പാനി ഒഴിക്കാൻ പോവുകയാണ്. ശർക്കര പാനി ആക്കണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല. അത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ. നമ്മളിതിലേക്ക് പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് ആവട്ടെ. ഇതൊന്നും കൂടെ അങ്ങോട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ച് വെച്ചിരിക്കണം കൂടെ ചേർക്കാണ്ട്, കുറച്ച് ചെറുപഴം നുറുക്കിയതും കൂടെ ചേർക്കാണ്ട്. ചെറുപഴമൊക്കെ ചേർത്താൽ രുചിയാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഈ ലൂസ് കണ്ടോ, ഇങ്ങനെ ലൂസ് വേണ്ട, ഒന്നും കൂടെ ടൈറ്റ് ആവണം. ഒന്ന് ടൈറ്റ് ആവട്ടെ. ആ നേരത്ത് നമുക്ക് ഇതിനുള്ള മാവ് റെഡിയാക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിതിന് മുമ്പ് കണ്ട സ്റ്റൗ അല്ല എൻ്റെതിപ്പോൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിരുന്ന സ്റ്റൗ അല്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുക്കർ ഒരു ദിവസം നെയ്ച്ചോറ് വെച്ചപ്പോൾ പൊട്ടിത്തെറുക്കി നമ്മുടെ ചിമ്മിനിമേലടിച്ച് നമ്മുടെ സ്റ്റൗവിലേക്ക് വന്ന് അടിച്ച് വീണ് സ്റ്റൗ ആകെ പൊട്ടിപ്പോയി, ചെതറിപ്പോയി. അതിനുശേഷം പുതിയ സ്റ്റൗ മേടിച്ചതാണ്. പക്ഷെ പിന്നീട് ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ട് കണ്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, സ്റ്റൗവിൻ്റെ കാര്യം പറഞ്ഞതല്ല. അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കിനി മാവ് കൂട്ടണ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒരു പാത്രം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ടു. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോകും. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റി നമുക്ക് മടിയൊക്കെ വരില്ല. ഇതിങ്ങനെ കുഴച്ച് കയ്യിലെപ്പോഴും തീരുവോളം നനഞ്ഞ് നിൽക്കുകയൊക്കെ വേണം. ഇതൊക്കെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ കൈക്കൊന്നും ഒരു പ്രശ്നവുമില്ല, മടിയും വരില്ല നമുക്ക് ഉണ്ടാക്കാനൊന്നും. എളുപ്പമാണ്. നമ്മളീ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്ന അത്ര പ്രയാസം ഇതിനില്ല. ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് അധികം സമയം എടുക്കണോട്ടൊക്കെ തോന്നും, അതങ്ങനെയാണ്. ഞാൻ കലക്കിയിട്ട് അതിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞു തരാം. വെള്ളത്തിൻ്റെ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം ഇതിലേക്ക് കേട്ടോ. നമ്മളെ ഈ മധുരമുള്ള സാധനമാണെങ്കിലും അതിൽ ഉപ്പും കൂടെ ചേരുമ്പോഴേ ഉള്ളൂ നമുക്ക് മധുരം നന്നായിട്ട് അത് ബാലൻസായി വരുള്ളൂ. ഞാൻ ആ സെയിം പാത്രത്തിനിപ്പം ഏകദേശം ഒരു പാത്രം വെള്ളം തന്നെ എടുത്തു. അതായത് ആ പൊടിയുടെ സെയിം അളവിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്.
അതത്ര തന്നെ വേണ്ടി വരും. അത്ര തന്നെ ആകുമ്പോഴേ പാകം ലൂസാവുള്ളൂ. ഓവർ ലൂസായി പോകരുത്. അപ്പം നമ്മുടെ ഇലയിൽ നിന്ന് ഇത് ഒലിച്ചു പോയാൽ പിന്നെ നമുക്ക് അതങ്ങനെ നന്നായിട്ട് കിട്ടില്ല. നമ്മളിതിലേക്ക് കുറച്ച് ചെറുപഴം ചേർക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറുപഴം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ചേർക്കുന്നു എന്നേ ഉള്ളൂ. ചെറുപഴമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത് ഒരു രുചിയാണ്. ഇല്ലെങ്കിൽ ആ പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാം. ഈ മറ്റുള്ള സാധനങ്ങൾ മാത്രം മതി. ചെറുപഴം വേണമെന്നൊന്നും ഇല്ല. ഇനി ചക്കയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചക്കയും നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ കുറച്ച് നേരത്തെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൽ ചേർക്കാം കേട്ടോ, ഫില്ലിങ്സിൻ്റെ കൂടെ. ഇത് ഇരുന്നൊന്നും കൂടെ അങ്ങോട്ട് ജോയിൻ്റ് ആവട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും ജീരകവും പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ രുചിയാണ്. ഇതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആവണം. അപ്പോഴേ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് അല്ലെങ്കിൽ ഒലിച്ച് വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ടൈറ്റായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നല്ല വൃത്തിക്ക് ഇരിക്കുകയുള്ളൂ. നമ്മുടെ പഴമൊക്കെ കണ്ടോ അതിലേക്ക് അങ്ങ് അലന്ന് ചേർന്നിട്ടുണ്ട്. ഇത്രയും ടൈറ്റായാൽ മതി. ഇനി ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് ടൈറ്റാവും. പിന്നെ ഇത് തീ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വാഴയില എടുത്ത് കുറച്ച് വലിപ്പത്തിൽ വേണം ഇതാകാൻ. വലിപ്പം ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞടയായി പോകും, അത്രയേ ഉള്ളൂ. പിന്നെ എന്നിട്ട് നമ്മളത് വാട്ടി വെക്കണം. വാട്ടിയാലേ ഉള്ളൂ നമുക്കിത് മടക്കാൻ പറ്റുള്ളൂ. പച്ചയ്ക്കുള്ള ഇലയാകുമ്പോൾ നമുക്കത് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിതേ കൂട്ട് ഇല വെച്ചിട്ട് തുടച്ചൊക്കെ വെച്ചിരിക്കുകയാണ്, വാട്ടി തുടച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് കോരി ഒഴിച്ച് പരത്തുക ചെയ്യാം. അപ്പോൾ മാവിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓവർ ലൂസും അല്ല, വലിയ ടൈറ്റുമല്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒരു പശ പോലെയാണല്ലോ, ഗോതമ്പ് മാവല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്ക് എത്ര വലിപ്പമാണോ ആവശ്യം എന്നുള്ള പോലെ ഒന്ന് ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടതിങ്ങനെ പരത്തുക കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ കൈ കൊണ്ടൊന്നും തൊടണ്ടല്ലോ, ഒരു മടി വരില്ല. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഫില്ലിങ് ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും. മധുരമൊക്കെ എത്ര വേണം, കൂടുതൽ വേണ്ട, അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇല ഇങ്ങനെ മടക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയിട്ട് വേണം. കാരണം അല്ലെങ്കിൽ ഇത് ഒലിച്ചു പോകും. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സും ഒക്കെ ഒലിച്ചു പോകും. അപ്പോൾ അതൊരു നഷ്ടമാണല്ലോ, നമുക്ക് സാധനം നഷ്ടപ്പെടുമല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ വാടിയ ഇലയാണെങ്കിലേ പറ്റുള്ളൂ. അപ്പം ചെറിയതൊക്കെ ആണെങ്കിലും കളയണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളാകുമ്പോൾ ഒരു ചെറുതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കളയൊന്നും വേണ്ട, ഒരു കുഞ്ഞട ഉണ്ടാക്കുക. അപ്പോൾ ഞാനിങ്ങനെ മടക്കണം കണ്ടപ്പോഴേ നമ്മുടെ ചിക്കൂസിനൊരു പൂതി ഒരെണ്ണം ഉണ്ടാക്കി നോക്കാൻ. വട്ടത്തിലാക്ക്. അപ്പോൾ ദോശ ഇടണോട്ട് കുഞ്ഞേ. വട്ടത്തിലങ്ങോട്ട് എല്ലായിടത്തും കണ്ടമാനാക്കണ്ട, നമുക്ക് സൈഡൊക്കെ മടക്കാനുള്ളതല്ലേ. ഒരു സ്പൂണൊക്കെ സൈഡിലോട്ട് മനുവിനെ കണ്ടമാനം മധുരമായിപ്പോൾ ശ്രമിക്കുകയാണ്. ഫില്ലിങ് നടുക്കായി പോയി. കുട്ടി ഞാൻ എത്ര നേരം ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല, ഇപ്പം കൊണ്ട് വരികയാണ്. അപ്പം ഇങ്ങനെ സൈഡിലോട്ട്
കുട്ടീൻ്റെ വലിയ ടാസ്ക്കാണ് കുട്ടി ചെയ്യാൻ പോണത്. ഒന്ന് ഒട്ടിക്ക് മെനെ, ഒട്ടിക്ക് കണ്ടമാനം അമർത്തണ്ട, അപ്പം അതിൽ വരും. അവിടെ ഇപ്പം കുട്ടീൻ്റെ അട വിജയിച്ചിക്കണേ, കുട്ടീൻ്റെ അട വിജയിച്ചിക്കണേ, കുട്ടി ഒരു വിധമൊക്കെ ആക്കിയിരിക്കണേ. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ അറിയാത്തവരുണ്ടാക്കേണ്ട രീതിയാണ് ഇപ്പോൾ ചിക്കു കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മൾ ചട്ടിയാണ് കേട്ടോ വയ്ക്കണേ. ഇതെപ്പോഴും അട ചുട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പത്തിരി ചട്ടി കേട്ടോ, പഴയത് എൻ്റെ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അതാണ് ഞാനിതിങ്ങനെ ചൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അട ചുടുമ്പോൾ പഴയൊരു ചട്ടിയൊക്കെ ഉപയോഗിച്ച് ചുട്ടാൽ നല്ലതാണ്, നമ്മുടെ പാത്രം കേടുവരുത്തണ്ടല്ലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കൂസ് ഉണ്ടാക്കിയ അടയിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതവിടെ നിന്നൊന്നാവട്ടെ കേട്ടോ. ഇതിൽ ഓരോന്നും ഇടാൻ പറ്റുള്ളൂ. ഞാൻ 2 ഇടാൻ പറ്റുമെങ്കിൽ 2 ഇട്ട് ഇങ്ങനെ ചൂടാം. ആദ്യം ഇതൊന്നിങ്ങനെ ആവട്ടെ. നമ്മൾ ഇതൊന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു സൈഡ് ആയിട്ടുണ്ടാവും. ഒന്നിങ്ങനെ ആവി കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പോരുമൊന്നുമില്ല സൈഡിൽ നിന്ന്, അങ്ങനെ ഫില്ലായി അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ പേടിക്കൊന്നും വേണ്ട. വലിയ ഫ്ലെയിം കൊടുത്തത് കരിച്ച് കളയണ്ട, ചെറിയ ഫ്ലെയിമിൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളതിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇല എടുത്തിട്ട് കേട്ടോ. ഇനി അടുത്തത് വെക്കാൻ പോവുകയാണ്. 2 ചെറുതുണ്ടെങ്കിൽ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം നമ്മുടെ അടയെല്ലാം ചുട്ടിട്ടോ. ഞാൻ എന്താ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചിക്കൂസ് ചുട്ടത് ഞാനിവിടെ വെന്തപ്പോൾ പൊളിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അതൊന്ന് ഇങ്ങനെ കാണിച്ചു തരാം. എൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഒന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ നമ്മളത് പൊളിച്ചെടുക്കാൻ. ഇത് ചുട്ടെടുക്കണതായതുകൊണ്ടാണ് ഇങ്ങനൊരു കരിവ് പോലെ വരും. പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് കരിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ പുഴുങ്ങിയാണ് എടുക്കണമെങ്കിൽ ഇത് കരിഞ്ഞതല്ല കേട്ടോ, അതങ്ങനെയാണ്. മധുരം ഇങ്ങനെ ഉരുകിയിട്ട് വരും. ഇത് നമ്മൾ പുഴുങ്ങിയതാണെങ്കിൽ ഇതിലേറെ ഇങ്ങനെ തളതളാന്ന് കിടക്കും. പക്ഷെ നമുക്ക് ചുട്ടേനാണ് രുചി. ഞാൻ 2-3 കൂടെ ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതടയെല്ലാം നമ്മൾ പിന്നെ വാഴയിലേക്ക് പൊളിച്ച് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ചുട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു കരിഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. അത് കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഞാൻ എന്താ ചിക്കുവിനോട് പറഞ്ഞാൽ തിന്ന് നോക്കിയിട്ട് പറയാം രുചി കേട്ടോ. ഇതാ ഇതൊന്ന് വെച്ച് തന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. പീരയാണ് ആദ്യം എടുക്കണത്. അഭിപ്രായമല്ല, തിൻ്റെയാണ് അവള് പറയ. രുചിൻ്റെ പഴത്തിൻ്റെ ഒക്കെ രുചി കിട്ടണില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി ഞാൻ വീഡിയോ വലിയ ഡിസ്റ്റൻസ് ഒന്നും വരുത്താതെ ഇടണം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.